ഹലോ മക്കളെ, ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്. ആസിഡുകളും ബേസുകളും ലവണങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ പല കുട്ടികളും എന്താണ് പഠിക്കാൻ കഴിയാതെ മാറ്റി നിർത്തിയ ഒരു ടോപ്പിക്കാണ് മെറ്റൽ ഓക്സൈഡും നോൺ മെറ്റൽ ഓക്സൈഡും, അഥവാ ലോഹ ഓക്സൈഡുകളും അലോഹ ഓക്സൈഡുകളും തമ്മിലുള്ള ആ ഒരു റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ശരി, ഇനി നമ്മൾ മാറ്റി നിർത്താൻ പോകുന്നില്ല. കാരണം എജുബോർഡിലൂടെ റിജു സാറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അല്ലേ. ഇതൊരു 2 തവണ. ഇനി ആദ്യത്തത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ കറക്ഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 അല്ലെങ്കിൽ 3 മാർക്കോ ഇത് വാങ്ങാം. കാരണം ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. യെസ് മക്കളെ, അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആരാണ് ഈ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോണം മക്കളെ, മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ആരാണെന്ന് നമുക്ക് നോക്കണേ. ആ പേരും തന്നെ വ്യക്തമാണ്. മെറ്റലിൻ്റെ കൂടെ ഓക്സൈഡ് ചേരുക, അതായത് മെറ്റലിൻ്റെ കൂടെ വെറുതെ ഒരു ഓക്സിജൻ അങ്ങോട്ട് ചേരുക, അതിനാണ് നമ്മൾ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുക. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലോഹത്തിൻ്റെ കൂടെ ഓക്സിജൻ ചേരുക, അതിനാണ് ലോഹ ഓക്സൈഡ്. മനസ്സിലായല്ലോ? അപ്പം മെറ്റലിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്നാൽ മെറ്റൽ ഓക്സൈഡ് ആയി, അഥവാ ലോഹത്തിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്നാൽ ലോഹ ഓക്സൈഡ് ആയി. നമുക്കൊരു എക്സാമ്പിൾ പറയണ്ടേ? എന്നാ പിടിച്ചോ. അതായത് മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റൽ അഥവാ ലോഹമാണ് അല്ലേ. ഇതിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്നാൽ ഇതെന്തായി? മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ആയിട്ട് മാറി. കിട്ടിയോ മക്കളെ? കിട്ടിയോടാ. അപ്പോൾ ഒരു മെറ്റലിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ, ഇതൊരു മഗ്നീഷ്യം എന്ന് പറഞ്ഞൊരു മെറ്റലാണ്, ഒരു ലോഹമാണ്. അതിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ആണ്. ഇനി നമ്മൾ ഇതിനെ ഒരു റിയാക്ഷൻ നടത്തുകയാണ്. ജലവുമായിട്ട് ചേർത്താൽ, ശ്രദ്ധിച്ചോളേ, മെറ്റൽ ഓക്സൈഡിനെ ജലവുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ഒരു മെറ്റൽ ഓക്സൈഡ് അഥവാ ലോഹ ഓക്സൈഡിനെ ജലവുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നിർബന്ധമായിട്ടും അവിടെ കിട്ടുന്നത് ഒരു ബേസ് ആയിരിക്കും. ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒന്നുമില്ലടാ മക്കളെ, ഒരു മെറ്റൽ ഓക്സൈഡ് എന്താണെന്ന് മനസ്സിലായല്ലോ, ലോഹ ഓക്സൈഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. വെറുതെ മെറ്റലിൻ്റെ കൂടെ ഒരു ഓക്സിജൻ ചേരുക, വെറുതെ ഒരു ലോഹത്തിൻ്റെ കൂടെ ഒരു ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡായി. അത് ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഈ ഉണ്ടാകുന്ന സാധനം ഒരു ബേസ് ആയിരിക്കും. പഠിച്ചു വെച്ചോളാം മക്കളോ. മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ഒരു ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുണ്ടാകുന്നത് ഒരു ബേസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. മെറ്റൽ ഓക്സൈഡിൻ്റെ കഥ മാത്രമേ ഞാൻ പറഞ്ഞില്ല. ഇനി അടുത്തതായിട്ട് രണ്ടാമത്താണ് നോൺ മെറ്റൽ ഓക്സൈഡ്. മക്കളെ നോക്കണേ. നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ അലോഹ ഓക്സൈഡുകൾ. അലോഹ ഓക്സൈഡ് എന്നാണ് ഇതിന് പറയുക, അലോഹ ഓക്സൈഡ് അല്ലേ. അപ്പൊ നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ അലോഹ ഓക്സൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ മെറ്റലിന്റെ കൂടെ ഓക്സിജൻ ചേരുക, ഒരു അലോഹത്തിന്റെ കൂടെ ഓക്സിജൻ ചേരുക. നമുക്കൊരു എക്സാമ്പിൾ പിടിച്ച് നോക്കാം. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ് അല്ലേ, ഒരു അലോഹമാണ്. അതിന്റെ കൂടെ ഒരു ഓക്സിജൻ ചേർന്നു, നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ അലോഹ ഓക്സൈഡ്. ഇനി ഇത് ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് ആരാന്നറിയോ? HNO3, നൈട്രിക് ആസിഡ്. പഠിച്ചു വെക്കുക മക്കള്. നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ അലോഹ ഓക്സൈഡ് ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് നിർബന്ധമായിട്ടും ആരായിരിക്കും മക്കളെ? ഒരു ആസിഡ് ആയിരിക്കും. ഈ ഒരൊറ്റ ഡയലോഗാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നേരത്തെ പഠിച്ചെന്തായിരുന്നു? മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ജലവുമായിട്ട് ചേർന്നാൽ നമുക്കൊരു ബേസ് ആണ് കിട്ടുക. എന്നാൽ നോൺ മെറ്റൽ ഓക്സൈഡ് അഥവാ അലോഹ ഓക്സൈഡ് എന്താണ്? ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആസിഡാണ് കിട്ടുക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ക്ലീൻ ആയിട്ട് A to Z കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഈ ഒരൊറ്റ ഡയലോഗ് ഓർത്താൽ മതി. എന്താണ്? മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡ് ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ബേസ്, നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ അലോഹ ഓക്സൈഡ് ജലവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ആസിഡുമായിരിക്കും കിട്ടുക എന്നുള്ള ഒറ്റ ഡയലോഗ് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ 2, 3, 4 മാർക്ക് നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇങ്ങനെ തിരിഞ്ഞ് നിന്നാണ് തലയൊക്കെ ചൊറിഞ്ഞ് കുത്തിരിക്കുന്നവരുണ്ടാവും. അവരെന്ത് ചെയ്യുക? നിങ്ങളിതൊന്ന് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ക്ലാസ് നമ്മൾ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടി കൃത്യസമയത്തിന് നമ്മളെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സിൽ എത്തിച്ചേരുക. അവിടെ വെച്ച് നമ്മൾ തകർത്താടും കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം 2025 ക്രിസ്മസ് എക്സാം കെമിസ്ട്രി നമ്മൾ തൂക്കിയിരിക്കും, ഒരു സംശയമില്ല. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.